ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ച് ഒരു വർഷം എത്താറായിട്ടും ഇരുവിഭാഗവും വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്തതോടെ വിവിധ മേഖലകളിൽ കൂട്ടക്കുരുതി തുടരുകയാണ്. ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വാർത്തകൾ പ്രകാരം പശ്ചിമേഷ്യയിൽ ആകെ ഭീതി വിധിച്ചിരിക്കുകയാണ്. ഗസയുടെ വിവിധ മേഖലയിൽ കഴിഞ്ഞ രാത്രി ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നിരവധി പ്രദേശങ്ങളും മനുഷ്യരും ചിന്നിച്ചിതറിപ്പോയെന്ന വാർത്തകൾ പുറത്തു വന്നിരിക്കുകയാണ്. അഭയാർത്ഥി ക്യാമ്പിൽ ഉൾപ്പെടെ റോക്കറ്റുകൾ പതിച്ചിട്ടുണ്ട്. 147 പേർ മരിച്ചതായുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് കണക്ക്. ദർ അൽ ബഹാറിലും ദർ അൽ ബലാഹിലും ഖാൻ യൂനിസിലുമായായിരുന്നു പീരങ്കി ഡ്രോൺ ആക്രമണം നടന്നത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയാണ് കൊല്ലപ്പെട്ടത്. ദർ അൽ ബലാഹിൽ നിന്ന് ഒഴിഞ്ഞുപോകാൻ അഭയാർത്ഥികൾക്ക് മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയായിരുന്നു ആക്രമണം. കൂടാതെ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സേന നടത്തിയ ആക്രമണത്തിൽ 30ഓളം പലസ്തീനികൾ കൊല്ലപ്പെട്ടതായും പറയുന്നു. തുൽക്കരയം അഭയാർത്ഥി ക്യാമ്പിലെ വീടുകൾക്ക് നേരെയായിരുന്നു ആക്രമണം. ഖാൻ യൂനിസിന് കിഴക്ക് ബാനി സുഹേല റൗണ്ട് എബൌട്ടിൽ നടത്തിയ ഇസ്രായേൽ പീരങ്കി ആക്രമണത്തിലും വടക്കൻ ഗസയിലെ ബെയ്ത്ത് ലഹാലിയിലെ അൽഷിമ പ്രദേശത്തെ ഒരു വീടിന് നേരെ നടത്തിയ ബോംബാക്രമണത്തിലും നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതേസമയം കൊയ്റോയിലെ ഈ ആഴ്ച നടക്കേണ്ട വെടിനിർത്തലുമായി ബന്ധപ്പെട്ട തുടർ ചർച്ചയിൽ ഇനിയും തീരുമാനമായില്ല. സമ്പൂർണ്ണ സൈനിക പിന്മാറ്റം അംഗീകരിക്കില്ലെന്ന നിലപാടിൽ നെതന്യാഹു ഉറച്ചു നിൽക്കുകയാണ്. വെടിനിർത്തൽ വേളയിൽ ഫിലാഡൽഫി ഇടനാഴിയിലും മറ്റും തങ്ങളുടെ സൈന്യം സാന്നിധ്യം തുടരുന്നു എന്നാണ് നെതന്യാഹു മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചിരിക്കുന്നത്. അറബ് സംയുക്ത സേനയ്ക്ക് ഗസയുടെ നിയന്ത്രണാധികാരം നൽകണമെന്ന് നിർദ്ദേശിച്ച റിപ്പോർട്ട് നെതന്യാഹുവിൻ്റെ ഓഫീസ് തള്ളിക്കളയുകയും ചെയ്തു. ഗസയിൽ ഇസ്രായേലിൻ്റെ തന്നെ നിയന്ത്രണം വേണമെന്നാണ് നിലപാടെന്നും നെതന്യാഹുവിൻ്റെ ഓഫീസ് വിശദീകരിക്കുന്നു. ഗസയിൽ ഇസ്രായേൽ തുടരുന്ന ക്രൂരതയ്ക്കെതിരെ ലോകത്തുടനീളം പ്രതിഷേധം ഉയരണമെന്നാണ് ഹമാസ് പ്രതികരിച്ചിട്ടുണ്ട്. ഇതിനിടെ പശ്ചിമേഷ്യയിൽ യുദ്ധവ്യാപന ഭീതി പടരവെ ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ റഹ്മാൻ അൽ ദാനി ഉടൻ ഇറാഖ് സന്ദർശിക്കുമെന്ന് പറയുന്നുണ്ട്. ടെഹ്റാനിൽ ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയ കൊല്ലപ്പെട്ടതിന് പ്രതികാരമായി ഇസ്രയേലിനെ ആക്രമിക്കാനുള്ള ഇറാന്റെ നീക്കം മേഖലയെ യുദ്ധത്തിലേക്ക് തള്ളിവിടുമെന്ന ആശങ്കയ്ക്കിടെയാണ് ഖത്തർ പ്രധാനമന്ത്രിയുടെ ഇറാൻ സന്ദർശനം. അതേസമയം വെസ്റ്റ് ബാങ്കിൽ നിയമം കയ്യിലെടുത്ത ഇസ്രായേൽ കുടിയേറ്റക്കാർക്കെതിരെ ഇസ്രായേൽ സൈന്യം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിൽ പ്രതിഷേധിച്ച് രാത്രി നടന്ന സുരക്ഷാ സമിതി യോഗം മന്ത്രി ബെൻ ഗവീർ ബഹിഷ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്.